بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على نور الأنوار وسر الأسرار والترياق الأغيار مفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال اللهم صل على النور وآله صلاة تيسر أموري اللهم صل على سيدنا محمد النور وآله صلاة تنور قلبي وخطابي اللهم صل على سيدنا محمد النور وآله صلاة تجعل كلامي ملهما نافعا. സൂറത്തുൽ ആദിയാത്ത്. അല്ലാഹു തആല സത്യം ചെയ്യുകയാണ്, കുതിച്ചു പായുന്ന കുതിരകളെ വെച്ചുകൊണ്ടും ആ കുതിരകളുടെ വ്യത്യസ്തമായ വിശേഷണങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്തിട്ട് മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അവൻ്റെ നന്ദികേടിനെ കുറിച്ചൊക്കെ അല്ലാഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വൽ ആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ. മാനൽ കലിമാത്തി, ഈ സൂറത്തിൽ വന്ന കലിമത്തുകളുടെ അർത്ഥം: വൽ ആദിയാത്ത് ഉഖ്സിമു ബിൽ ഖൈലിൽ മുസ്രിഅ, കുതിച്ചു പായുന്ന കുതിരയെ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു. ലബ്ഹൻ, ലബ്ഹന സഫീറുൽ ഖൈലി അശ്ശദീദ ബിസബബി സുർഅത്തിൽ മുഫ്രിതത്തി, അത് വേഗതയിൽ എടുത്ത് കുതിച്ചു പായുന്ന സമയത്ത് ഈ കുതിരക്കുണ്ടാകുന്ന ഒരു ശബ്ദം. അപ്പം അങ്ങനെ ശബ്ദം പുറപ്പെടുവിച്ച് കുതിച്ചു പായുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി അൽ മുഖരിജാത്തി ശററനാരി, തീ ജ്വാലകളെ ഇളക്കി പുറപ്പെടുവിച്ചുകൊണ്ട് പുറപ്പെടുന്ന കുതിരകൾ. ഖദ്ഹ ലർബം ബിൽ ഹവാഫിരി ബിസ്സഖിരി ലിത്തഖ്റുജന്നാറു, തീ പുറപ്പെടാൻ വേണ്ടിയിട്ട് ശക്തമായ പാറയിൽ അതിൻ്റെ കുളമ്പ് കൊണ്ടടിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് ചെറിയ സ്പാർക്കിംഗ്, തീജ്വാലകൾ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനത്തെ കുതിര. ഫൽ മുഗീറാത്തി ഫല്ലത്തി തുഹാജിമു അലൽ അദുബി, ശത്രുവിൻ്റെ മേൽ എടുത്തു കുതിച്ചു പായുന്ന ആ കുതിര. ഫ അസർന, അസർന എന്ന് പറഞ്ഞാൽ ഫഹയ്യജിന വനശർന, അവകൾ അവിടെ പരത്തി വ്യാപിപ്പിച്ചു. നഖഅൻ ഉഖ്ബാറൻ, പൊടി. അല്ല കനൂദ് എന്ന് പറഞ്ഞാലോ കഫൂറുൻ ജഹൂദുൻ ബിനിഅമത്തി റബ്ബി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവൻ. ബുഅ്സിറ ഉസ്തുഖ്രിജ വബുദ്ദിദ, പുറപ്പെടുവിക്കപ്പെട്ട് അങ്ങനെ ആകെ സ്കാറ്റേഡായി എന്നർത്ഥത്തിന്. അപ്പം ഇനി നോക്കാം. വൽ ആദിയാതി ലബ്ഹൻ ഫൽ മൂരിയാതി ഖദ്ഹൻ ഫൽ മുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. വഖ്സിമു, അല്ലാഹു പറയാൻ ഞാൻ സത്യം ചെയ്യുന്നു, ബിൽ ഖൈലിൽ മുസ്രിഅ, കുതിച്ചു പായുന്ന കുതിരയെ കൊണ്ട്. അല്ലത്തി യുസ്മഉ ലഹാ സഫീറുൻ ഷദീദുൻ, ശക്തമായ ഞരക്കത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. വല്ലത്തി തഅദു ലിൽ ഹർബി ബിസുർഅ, യുദ്ധത്തിന് വേണ്ടിയിട്ട് കുതിച്ചു പായുന്ന കുതിരയെ വെച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഫയതത്വായറു ശററു മിനസ്സുഹൂരി, പാറകളിൽ നിന്ന് തീജ്വാലകൾ പാറിപ്പറക്കും. ബിഅസരി ലർബി ഹവാഫിരിഹ, ആ കുതിരകളുടെ കുളമ്പുകൾ സ്പർശിച്ചത് കാരണമായിട്ട്. വതുഹാജിമു അലൽ അദുവി, ശത്രുവിൻ്റെ മേലത് എടുത്തു കുതിച്ചു ചായുന്നു. ഫിസ്വബാഹി, പ്രഭാതത്തിൽ. ഖബല തുലൂഇ ശംസി, സൂര്യോദയത്തിൻ്റെ മുമ്പ്. അലാ ഹീനി ഗുർറത്തി മിൻഹു, അവർ ഇവിടെ ഒരു വെളുത്ത സമയമുണ്ടാവും, ഇരുട്ട്, പിന്നെ നന്നായി ഓവറായിട്ട് ഉള്ള സൂര്യൻ്റെ പ്രകാശമൊക്കെ വരുന്നതിന് മുമ്പായിട്ടുള്ള പ്രത്യേകമായ ആ ഒരു തെളിഞ്ഞ ആ സമയത്ത്. ഫതുസീറു ഫി മവാഖിൽ അദുബി ഗുബാറൻ കസീഫ,
ശത്രുവിൻ്റെ ഇടങ്ങളിൽ അതു തിങ്ങി നിറഞ്ഞ പൊടികളെ പാറിപ്പറത്തുന്നു. സുമ്മ തുസ്ബിഹു ഫി വസ്വതിഹിം, പിന്നെ അവർക്കിടയിൽ ഇതെത്തിച്ചേരുന്നു. ബിഫുർസ്വാനിഹ, ഇതിൻ്റെ കുളമ്പുകൾ കൊണ്ട്. ഹത്ത യുസീബഹും റുഅ്ബു, അവരിൽ ഇത് ഭയം സൃഷ്ടിക്കുന്നു. വറുഅ്ബു, ബേജാറും വെപ്രാളും സൃഷ്ടിക്കുന്നു. അങ്ങനെ ശത്രുവിലേക്ക് സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് എടുത്തു ചാടി കുതിച്ചു പാഞ്ഞു തീജ്വാലകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ശക്തമായ ശബ്ദമുണ്ടാക്കി ശത്രുവിൻ്റെ ഇടയിലെത്തി അവർക്കുള്ളിൽ ഭയപ്പാട് സൃഷ്ടിക്കുന്ന ശക്തനായ കുതിരകൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല സത്യം ചെയ്തിട്ട് ശേഷം മനുഷ്യൻ നന്ദികേടിനെ പറയുന്നു. അഖ്സമല്ലാഹു ബിൽ ഖൈൽ, അല്ലാഹു തആല ഖൈലിനെ കൊണ്ട് സത്യം ചെയ്തു. ഹത്താ യത്തഖിലൽ ഇൻസാനി ബിഹാദൽ ഖൈലി, ഈ കുതിരയെ വെച്ചുകൊണ്ട് മനുഷ്യൻ ഉപദേശം ഉൾക്കൊള്ളാൻ വേണ്ടി. ഹൈസുന്നഹു ഗൈറു മുകല്ലഫ്, ആ കുതിര മതനിയമങ്ങൾ കീർത്തിക്കപ്പെട്ട ജീവിയല്ല. എന്നിട്ടും ഇല്ലാ അന്നഹു മുത്തീഉൻ ലി സയ്യിദിഹി, തനിക്കു ഭക്ഷണം നൽകുന്ന തൻ്റെ യജമാനനുസരിച്ചുകൊണ്ട് രാവിലെ തന്നെ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെക്കൊണ്ട് എന്താണോ യജമാൻ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിക്കൊണ്ട് സർവശക്തിയും ഉപയോഗിച്ച് കുതിച്ചുപായുന്ന കുതിര തന്നെയാണ് സത്യം. സഅൻ ഫി സബീലി റബ്ബി, തൻ്റെ റബ്ബിൻ്റെ മാർഗത്തിൽ അത് സഞ്ചരിക്കുന്നു. അമ്മൽ ഇൻസാൻ, അപ്പോൾ മനുഷ്യനോ, ഫഇന്നഹു യതമയ്യസു അൻ സഇരിൽ ഹയവാനാതി ബിഅഖ്ലിഹി വദകാഹി, ബുദ്ധി കൊണ്ടും അവൻ്റെ തലച്ചോറ് ബ്രെയിന് കൊണ്ടും ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്ന മനുഷ്യനോ, വകാന ലിസാമൻ അലൈഹി യസ്തഅ്മില നിഅമ റബ്ബിഹി, റബ്ബിൻ്റെ നിഅമത്തുകളെ അവൻ യൂസ് ചെയ്യുക എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമായിട്ടുണ്ട്. ഫി അദാഇ ശുക്രിഹി, റബ്ബിന് ശുക്ർ ചെയ്ത് വീട്ടുന്ന വിഷയത്തിൽ. ലാകിന്നഹു മാ സാല കഫൂറൻ ലിനിഅമി റബ്ബിഹി, പക്ഷേ അവൻ റബ്ബിൻ്റെ നിഅമത്തിനോടവൻ ധാരാളമായി നന്ദികേട് കാട്ടിക്കൊണ്ടിരിക്കുന്നവനാകുന്നു. വമുഖാലിഫൻ ലിഅവാമിരി ഖാലിഖിഹി, തൻ്റെ സൃഷ്ടാവിൻ്റെ കൽപ്പനകളോട് എതിരും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തൻ്റെ റബ്ബിനോട് മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, അവൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും മേലിലും സാക്ഷ്യം വഹിക്കുന്നവനുമാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോട് അതിയായ ഇഷ്ടവും ഭ്രമവുമുള്ളവനാണത്. സമ്പത്തിനോട് അവനക്ക് ഇഷ്ടമാണ്. അവൻ്റെ റബ്ബിൻ്റെ നിഅമത്തുകൾ ആസ്വദിച്ചും അനുഭവിച്ചും ആഗ്രഹിച്ചും അവൻ ജീവിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനുമാണ്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നൽ ഇൻസാന ലകഫൂറുൻ ലിറബ്ബിഹി, റബ്ബിനോട് ധാരാളം നന്ദികേട് കാണിക്കുന്നവനാണ്. വഇന്നഹു ലയഅലമു, അവനറിയാം, അന്നഹു കഫൂറുൻ ലിനിഅമി റബ്ബിഹി, റബ്ബിൻ്റെ നിഅമത്തിനോട് നന്ദികേട് കാണിക്കുന്നവനാണെന്ന്. വലം യുഅദ്ദി ഹഖ്ഖ റബ്ബിഹി അലൈഹി, അവൻ്റെ മേലുള്ള റബ്ബിനോടുള്ള ബാധ്യത അവൻ നിറവേറ്റിയിട്ടില്ല. ബിശുക്രി, നന്ദി കാണിക്കൽ കൊണ്ട്. വസയഅ്തരിഫു ബിതഖ്സീരിഹി ഫിൽ ആഖിറ, ആ ആഖിറത്തിൽ അവൻ അവൻ്റെ ന്യൂനതയെ റബ്ബിൻ്റെ മുന്നിൽ സമ്മതിക്കും, അംഗീകരിക്കും. വമഅ ദാലിക, അതോടുകൂടെ തന്നെ, ഇന്നഹു ശദീദുൽ ഹിർസി അലാ ജംഇൽ മാലി, സമ്പത്ത് സമാഹരിക്കുന്നതിൻ്റെ മേലിൽ അവൻ ആർത്തിയുള്ളവനുമാണ്. വലാ യുൻഫിഖുഹു ഫീ സബീലിൽ ഖൈരി, ഖൈറിൻ്റെ മാർഗത്തിൽ അതവൻ ചിലവഴിക്കുകയുമില്ല. എന്നാൽ സമ്പത്ത് സമാഹരിക്കാൻ അവൻ അതിയായ ആഗ്രഹവും ആർത്തിയും ഉള്ളവനാണ്. അലാ അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. അഫലാ യഅലമു ഹാദൽ ഇൻസാനു, ഈ മനുഷ്യൻ അറിയുന്നില്ലേ, അൽ ഹരീസു, യാർത്തിക്കാരനായ, അൽ ബഖീലു, പിശുക്കനായ, അന്നല്ലാഹ സൗഫ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ള ആളുകളെ അല്ലാഹു തആല പുനരുജ്ജീവിപ്പിക്കുമെന്ന് അവൻ അറിയുന്നില്ലേ.
വയുൽഹിറു മാ കാന നാസു യുസിറൂനഹു, ജനങ്ങളെല്ലാം രഹസ്യമാക്കി വെച്ചതിനെ പരസ്യമാക്കുമെന്ന് അവൻ അറിയുന്നില്ലേ. ഫി അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളുടെ ഉള്ളിൽ, മിനൽ ഈമാനി വൽ കുഫ്രി, കുഫറും ഈമാനും ഒക്കെ അല്ലാഹു തആലക്ക് അറിയാം. ആരാണ് വിശ്വസിച്ചവർ, ആരാണ് നിഷേധിച്ചവർ എന്ന്. അവരുടെ അന്തരാളങ്ങളിൽ അവർ മറച്ചു വെച്ചതിന് റബ്ബൊരിക്കൽ പുറത്തു കൊണ്ടുവരുമെന്ന് അവൻ അറിയുന്നില്ലേ. വഇൻദഇദിൻ ലാ യഖ്ഫാ അലാ റബ്ബിഹി ശൈഉം മിൻ കുഫ്രാനിഹി, അസമയത്ത് അവൻ്റെ നന്ദികേടിൽ നിന്ന് ഒന്നും റബ്ബിൻ്റെ മേലിൽ അവ്യക്തമല്ല. വയുജാസിഹി അലാ ദാലിക, അതിൻ്റെ മേൽ റബ്ബ് അവന് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമെന്ന് അവൻ അറിയുന്നില്ലേ. മിൻ ത്വബീഅത്തിൽ ഇൻസാനി, മനുഷ്യ പ്രകൃതത്തിൽപ്പെട്ടതാണ്, അന്നഹു യകൂനു ഹരീസ്വൻ അലൽ മാലി, സമ്പത്തിൻ്റെ മേൽ ആർത്തിയുള്ളവനായിരിക്കും. വൽ ഹഖീഖത്തു അന്നഹു മഹ്മാ ഹാവല അലാ ജമ്മിൽ മാൽ, സത്യമെന്തെന്ന് വെച്ചാൽ സമ്പത്ത് സമാഹരിക്കുന്നതിന് മേൽ അവൻ എപ്പോഴാണോ ആർത്തി പൂണ്ടുവരുന്നത്, വദ്ദിഖാരിഹി, അത് സൂക്ഷിച്ചു വെക്കാനും, ഫഇന്നഹു സയുഫാരിഖുഹു യൗമൻ മാ, ഒരു ദിവസം ഇവൻ്റെ സർവ്വസമ്പത്തുകളോടും മുതലുകളോടും അവൻ സമാഹരിച്ചു വെച്ച രഹസ്യമാക്കിയ അക്കൗണ്ടുകൾക്കുള്ളിൽ, സ്വിസ് ബാങ്കുകൾക്കുള്ളിൽ, രഹസ്യ അറകൾക്കുള്ളിൽ അവൻ സൂക്ഷിച്ചു വെച്ച സമ്പത്തിനോട് ഒരു നാൾ ഗുഡ് ബൈ പറഞ്ഞു പിരിഞ്ഞു പോകണമെന്ന് അവൻ അറിയുന്നില്ലേ. വസയബ്അസു ഇലാ റസ്വാത്തിൽ മഹ്ശരി, മഹ്ശറിൻ്റെ അങ്കണങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകപ്പെടുമെന്നും അവൻ അറിയുന്നില്ലേ. യഅലമു ഹാദിഹിൽ ഹഖീഖത്തൽ ബാഹിറ അൽ മുറ, ഈ കയ്പു നിറഞ്ഞ, ഈ വ്യക്തമായ യാഥാർത്ഥ്യം മനുഷ്യൻ അറിയുന്നു. വമഅ ദാലിക ലാ യൻതബിഹു ഇലൈഹാ, അതോടുകൂടെ തന്നെ ഇതിലേക്ക് അവൻ ബോധപൂർവം ഉണർന്നു വരുന്നില്ല. വലാ യഅമലു ലിദാലിക, ഇതിനു വേണ്ടി അവൻ അമൽ ചെയ്യുന്നുമില്ല. ബൽ ഹുവ മുൻശഅലുൻ ബിഹാദിഹി ദുനിയ, ഈ ദുനിയാവുമായി അവൻ ഏർപ്പാടിലാണ്. വനഈമിഹ, അതിലെ അനുഗ്രഹങ്ങളുമായിട്ട്. വമലദ്ദാതിഹ, അതിലെ ആസ്വാദനങ്ങളുമായിട്ട് മനുഷ്യൻ എപ്പോഴും ഏർപ്പാടിലും ഇടപാടിലുമാണ്. ഇതിലെ രസങ്ങൾ, ഇതിലെ ചിത്രങ്ങൾ, ഇതിലെ ഭംഗികൾ, ഇതിലെ ഭക്ഷണ രസങ്ങൾ, ഇതിലെ ശാരീരിക സുഖങ്ങൾ, ഇതിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, ഇങ്ങനെ തുടങ്ങി ദുനിയാവുമായി ബന്ധപ്പെട്ടവൻ ആഖിറത്തിലേക്ക് സമാഹരിക്കേണ്ട സമയം വരെ എന്നായാലും പിരിഞ്ഞു യാത്ര പറയേണ്ട സമ്പത്തിനെയും ആ സമ്പത്ത് കൊണ്ട് കിട്ടുന്ന രസങ്ങളെയും എന്തിനാ മനുഷ്യൻ സമ്പാദിക്കുന്നത്? കുറച്ചു കഴിഞ്ഞ് അവന് ആസ്വദിക്കാൻ, മറ്റുള്ള ആളുകൾക്ക് കിട്ടാത്തത് തനിക്ക് കിട്ടണമെന്നുള്ള മാനസികമായ സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സമ്പത്തും രസങ്ങളുമൊക്കെ മറ്റൊരു പ്രതിസന്ധി വരുമ്പോൾ അവൻ മറന്നുപോകുന്നു എന്നുള്ളത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. ആഖിറത്തിലെത്തിയ ഖബറിലെയോ നരകത്തിലെയോ ശിക്ഷ കണ്ടുകൊണ്ടു തന്നെ ദുനിയാവിലെ സുഖങ്ങളെ മറക്കണമെന്നൊന്നുമില്ല. ആയ കാലത്ത് നന്നായി എൻജോയ് ചെയ്ത ജീവിതങ്ങളെ ഈ ജീവിതത്തിൽ ആയുസ്സിൽ തന്നെ രോഗം വരുമ്പോൾ നാം മറന്നു പോകുന്നു. രോഗം വന്ന് ഇപ്പോൾ ക്യാൻസർ വാർഡിൽ കിടക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, അവർ മുമ്പ് ആസ്വദിച്ചിരുന്നതൊക്കെ ഒരു ഓർമ്മകളായി, ഒരു നെടുനിശ്വാസമായി മാത്രമേ അവരിൽ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ ഒരു കാലം എന്നേ പറയുന്നുള്ളൂ, അതിപ്പോഴും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാനടങ്ങുന്ന നമ്മളാകുന്ന ലോകത്ത് നമ്മൾ സൃഷ്ടിച്ചു വെക്കുന്ന രസങ്ങളൊക്കെ അടുത്ത ആഴ്ച പോലും നിലനിൽക്കുന്ന തരത്തിലുള്ളതല്ല. എന്നാൽ ആഖിറത്തിലേക്കുള്ള ജീവിത സമാഹാരങ്ങളൊക്കെ, അതിലേക്ക് വേണ്ടി സമാഹരിക്കുന്നതെല്ലാം എപ്പോഴും പത്തരമാറ്റു ശോഭയോടെ നിലനിൽക്കുന്നതാണ്. അള്ളാഹു ഹക്കിനെ മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഖുർആന്റെ ആഹ്വാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഭാഗ്യവാന്മാരിൽ ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.